ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ആദ്യം തന്നെ നമുക്ക് പൃഥ്വിരാജിന്റെ കുഞ്ഞു സിനിമയായ എമ്പുരാന്റെ റിവ്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇപ്പൊ ഞാനിന്നൊരു 6 മണിയാകുമ്പോൾ ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടായിരുന്നു. ഇവിടെ അടുത്ത ആലുവയിലാണ് പോയി കണ്ടത്. അതിഗംഭീരം, ശരിക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണിത്. നമ്മൾ ഈ OTT വന്നതൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല സത്യത്തിൽ. നമ്മൾ സത്യത്തിൽ ആ ഒരു എക്സ്പീരിയൻസും OTT വരുന്ന ആ പ്ലാറ്റ്ഫോമിൽ വരുന്ന സിനിമയുടെ എക്സ്പീരിയൻസും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. ഇതിന്റെ വിഷ്വലൈസ് ആണെങ്കിലും എമ്പുരാന്റെ വിഷ്വലൈസ് ആണെങ്കിലും അഭിനയം ആണെങ്കിലും എല്ലാവരും മികച്ച രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഈ ഇപ്പൊ തന്നെ സിനിമ ആലോചിക്കുമ്പോൾ തന്നെ പിന്നെ ഒരു രോമാഞ്ചിഫിക്കേഷൻ വരണം, ഒന്നുകൂടെ പോയി കാണുന്നുണ്ട്. മോഹൻലാൽ, ഇപ്പൊ നമുക്ക് മോഹൻലാൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ മുണ്ട് മടക്കി കുത്തിയുള്ള അടി, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഇതില് അതുപോലെ തന്നെ മോഹൻലാലിന്റെ അടിപൊളി ഫൈറ്റ് സീനുകളൊക്കെ ഭയങ്കര ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഈ മോഹൻലാലും അതായത് ലൂസിഫറും എമ്പുരാനും എടുക്കുന്ന ടൈമിൽ മോഹൻലാലിന്റെ പ്രസൻസ് നമുക്ക് അധികം ഈ സിനിമയുടെ ലോങ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടാത്ത പോലെ ഒന്ന് തോന്നും ഈ എമ്പുരാനില്ല. പക്ഷെ ലൂസിഫറിലാകുമ്പോൾ നമുക്ക് മോഹൻലാലിന്റെ പ്രസൻസ് ഫുള്ളി അനുഭവപ്പെടുന്ന പോലെ ഉണ്ട്, ഇതിൽ അനുഭവപ്പെടാത്ത പോലെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ അസൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു കഥയാണ്. ഒരു 1 or 2 കൺട്രീസ് പ്ലസ് കേരളത്തിൽ നടക്കുന്ന ഒരു സിനിമയാണ് ലൂസിഫർ അങ്ങേറ്റം ഫുള്ളി. അപ്പോൾ അതിൽ നമുക്ക് മോഹൻലാലിന്റെ പ്രസൻസ് അനുഭവപ്പെടാം. പക്ഷെ ഇതെന്ന് പറയുന്നത് എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്, ഒരു ഇന്റർനാഷണൽ മൂവി എന്ന് തന്നെ പറയാം. ഫുള്ളി എന്താ പറയാ, കുറേ കൺട്രീസ്, 1 or 2 അല്ല, അതിലും കൂടുതൽ കൺട്രീസിൽ നടക്കുന്ന ഒരു മൂവിയാണിത്. അധികം കൺട്രീസ് പ്ലസ് കേരളത്തിൽ നടക്കുന്ന ഒരു മൂവി ആയിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് മോഹൻലാലിന്റെ പ്രസൻസ് അധികം അനുഭവപ്പെടാത്തത്. എല്ലാവരും മസ്റ്റായിട്ട് ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും ചെയ്തിരിക്കണം. എനിക്ക് പിന്നെ ഇതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇത് തോന്നിയത് മഞ്ജു വാര്യറുടെ ഒരു റീ എൻട്രി എന്നൊക്കെ പറയാം. നല്ലൊരു എന്താ പറയാ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് ഇതിൽ. ഇപ്പൊ മഞ്ജു വാര്യറിന്റെയും ജതിൻ രാംദാസിന്റെ ഒരു കോൺവെർസേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സ്പോയിലർ ചെയ്യുന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റത്തെ ഡ്രാഗൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സസ്പെൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും പോയിട്ട് മൂവി തിയേറ്ററിൽ പോയി കാണുക. OTT കാണാതെ മാക്സിമം ഇരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക ഈ ഒരു മൂവി. എനിക്ക് പേഴ്സണലി ഈ മൂവി ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിലെ പൃഥ്വിരാജ് ഡയറക്ഷൻ സൂപ്പർ ആയിരുന്നു സീരിയസ്ലി. പൃഥ്വിരാജിന്റെ, പിന്നെ ഗോവർദ്ധനൻ, ഇന്ദ്രജിത്ത്, പിന്നെ ടോവിനോ, അവരുടെ ആരുടെ ആണെങ്കിലും എല്ലാവരുടെയും എടുത്തു പറയേണ്ടത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ. പിന്നെ ഇത്രയും ഹൈപ്പുള്ളൊരു പടം എന്ന് പറയുന്നത് അതിനനുസരിച്ച് എന്തായാലും മ്യൂസിക് ആണെങ്കിലും BGMs ആണെങ്കിലും എല്ലാം അതിനനുസരിച്ച് സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും പോയി മസ്റ്റായിട്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യണം. ഒന്ന്